ആ കയറിക്കോ. സ്കൂട്ടിയുടെ സിസ്റ്റാണെന്ന് പറഞ്ഞൊന്നും പറഞ്ഞെടുത്തോ. സ്കൂട്ടി ഓടിക്കില്ല. ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൃത്താലയിലെ വെള്ളിയാങ്കൽ പാർക്കിനെ പറ്റിയുള്ളതാണ്. പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തൃത്താലയ്ക്ക് സമീപം ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു റെഗുലേറ്റർ കപ്പ് ബ്രിഡ്ജാണ് വെള്ളിയാങ്കല്ല്. ഇതിനോടനുബന്ധിച്ച് കുട്ടികളുടെ പാർക്കുമുണ്ട്. വെള്ളിയാങ്കല്ല് ഇപ്പോൾ ചുറ്റുവട്ടത്തെ വലിയൊരു ടൂറിസം സ്പോട്ടായിട്ട് വളർന്നിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ഇതാ നമുക്ക് കാണാം, ഇടതുവശത്ത് നിറയെ കച്ചവടങ്ങളും കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയാണ്. നോക്കൂ, പാലമൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇടതുവശത്ത് ഇപ്പോൾ നമ്മൾ ഭാരതപ്പുഴ കാണുന്നു. വെള്ളം ഇപ്പോൾ വളരെ കുറവാണ്, പക്ഷേ വലതുവശത്ത് മുഴുവൻ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. വലതുവശത്ത് കാണുന്നത് വെള്ളിയാങ്കല്ല് ഡാമിൻ്റെ ചീർപ്പാണ്, ഷട്ടറുകൾ. വെള്ളിയാങ്കല്ലിലെ ഈ തടയണയിൽ നിന്നുള്ള വെള്ളം കുടിവെള്ളത്തിനായിട്ടും കൃഷിക്കായിട്ടും വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതിങ്ങനെ സംരക്ഷിച്ചു നിർത്താനായി ഗവൺമെൻറ് വർഷം തോറും വളരെയധികം തുകയാണ് ചെലവഴിക്കുന്നത്. നമ്മളിപ്പോൾ പുഴയുടെ മറുകരയിലെത്തിയിട്ടുണ്ട്. ഈ പ്രദേശം പരുതൂർ പഞ്ചായത്തിൽപ്പെട്ടാണ്. നമ്മൾ വന്നത് തൃത്താല പഞ്ചായത്തിൽ നിന്നും. ഇനി നമുക്ക് വേണ്ടത് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പാർക്കിംഗ് സ്പേസ് അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതാ നമ്മളിപ്പോൾ പാർക്കിൻ്റെ മുന്നിൽ കൂടെ കടന്നുപോയി. പക്ഷേ നമുക്കിവിടെ ഒരു തരത്തിലും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ധാരാളം വണ്ടികൾ, പ്രദേശത്തെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളുടെ അകത്ത് നിന്ന് കാണുമ്പോൾ ചെറിയ കുട്ടികളും മുതിർന്ന ആളുകളും പ്രായമുള്ളവരും എല്ലാ തരം ആളുകളും ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം പാർക്കിൻ്റെ മുന്നിൽ നിന്ന് 200-300 മീറ്ററോളം ദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്. നോക്കൂ, ഇടതും വലതുമെല്ലാം വണ്ടികൾ നിറയെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അത്രയും അധികം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഏകദേശം വീണ്ടും ഒരു 200-300 മീറ്റർ കൂടി മുന്നോട്ട് പോകുന്നു. എവിടെയെങ്കിലും കുറച്ചെങ്കിലും സ്ഥലം പാർക്ക് ചെയ്യാൻ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കിട്ടി, പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ തന്നെ വളരെ കുറഞ്ഞൊരു സ്ഥലം. ആ ഒരു സ്ഥലത്ത് വണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്ത് നമ്മൾ പാർക്കിലേക്ക് പോവുകയാണ്. നമ്മൾ പാർക്കിനകത്തേക്ക് നടക്കുകയാണ്. ഇന്നൊരു അവധി ദിവസം കൂടി അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും 2 തരം ചാർജൊക്കെയാണ്. നമ്മൾ ടിക്കറ്റും എടുത്തിട്ട് പാർക്കിനകത്തേക്ക് കയറുകയാണ്. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല പച്ച പുൽത്തകിടിയും ചുറ്റുവട്ടമൊക്കെ നല്ല ഭംഗിയിലുള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ വളരെ മനോഹരമായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നടപ്പാതയൊക്കെ കൈവരിയുള്ള നടപ്പാത, അങ്ങനെ വളരെ മനോഹരം തന്നെ. ഈ പാർക്ക് ഇങ്ങനെ മനോഹരമായി നിലനിർത്താൻ ഗവൺമെൻറ് വർഷാവർഷം വലിയ തുകയാണ് ഇവിടെ ചിലവഴിക്കുന്നത്. നോക്കൂ, ആ തൂണൊക്കെ കണ്ട വിവിധ കളറിലെ പെയിൻ്റൊക്കെ അടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു നടപ്പാലം അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഈ സൈഡിൽ നിന്ന് നമുക്ക് പുഴയുടെ വ്യൂ കാണാം. പക്ഷേ ഇപ്പോൾ വറ്റി കിടക്കുകയാണ്, കാരണം മറു സൈഡിൽ നിറയെ വെള്ളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്തായാലും കുറച്ച് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ കുറച്ച് അപകടകരമാണെന്ന് മാത്രം. ഇതിപ്പോൾ കുട്ടികളുടെ കളിക്കോപ്പുകളൊക്കെയുള്ള സ്ഥലമാണ്. കുട്ടികൾക്കുള്ള വിവിധ തരം റൈഡുകളൊക്കെ ഉണ്ട്. പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ ജനങ്ങൾക്ക് ഒത്തുകൂടാനായിട്ട് മറ്റൊരു സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പരിസരത്തെ എല്ലാവിധ ആളുകളും ഇങ്ങോട്ട് തന്നെയാണ് വരിക. ചെറിയ കുടുംബങ്ങളുടെ ചെറിയ ട്രിപ്പിനൊക്കെ എന്തുകൊണ്ടും അനുയോജ്യം തന്നെയാണ് ഈ സ്ഥലം. വളരെ ചിലവ് കുറഞ്ഞതും
എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഈ പാർക്കും അനുബന്ധ സൗകര്യങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയുടെ തീരത്ത് ആയതുകൊണ്ട് കൂടിയാണ് ഈ പാർക്കിൽ ഇത്രയധികം ജനങ്ങൾ എത്തിച്ചേരുന്നത്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് പാർക്കുകളും മറ്റും ഒഴിഞ്ഞു കിടക്കുന്നതും ആളുകളൊന്നും എത്താത്ത അവസ്ഥയൊക്കെ. ഇവിടെ ഇതല്ലെങ്കിൽ പിന്നെ നേരെ അടുത്ത് പോകാനുള്ള സ്ഥലം ചാവക്കാട് കടപ്പുറമോ അല്ലെങ്കിൽ വളരെയധികം ദൂരമുള്ള മലമ്പുഴ ഡാമൊക്കെയാണ്. ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഈ പാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം അവരെ ആകർഷിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് ഈ പാർക്കിലുള്ളത്. വെള്ളിയാങ്കല്ല് പാർക്കിനകത്ത് നമുക്ക് കിടക്കാൻ ടിക്കറ്റ് വേണമെങ്കിലും തൊട്ടടുത്ത് കിടക്കുന്ന ഭാരതപ്പുഴയിലേക്ക് കിടക്കാൻ ടിക്കറ്റോ മറ്റു കാര്യങ്ങളോ ആവശ്യമില്ല. അത് സ്വതന്ത്രമായി കിടക്കുന്ന പുഴ തന്നെയാണ്. വെള്ളിയാങ്കല്ല് പാർക്കിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങി. പുഴയിലെ മണൽപ്പരപ്പ് വളരെ മനോഹരമാണ്. ശരിക്കും പഞ്ചാര മണൽ എന്ന് തന്നെ പറയത്തക്ക തരത്തിലുള്ള നല്ല പൂഴി മണൽ, നല്ല വെളുത്ത നിറത്തിലുള്ള മണലാണ് ഇവിടെ ഉള്ളത്. നോക്കൂ, നമ്മുടെ ടീം മുന്നോട്ട് പോകുന്നു. അവർ ആ പഞ്ചാര മണൽ ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവരിപ്പോൾ നടക്കുന്ന ഈ പ്രദേശം മഴക്കാലത്ത് വെള്ളം വന്ന് മൂടുന്ന സ്ഥലമാണ്. കഴിഞ്ഞ മഴക്കാലത്തൊക്കെ പ്രളയം വന്ന് ഇതൊക്കെ മൂടിയിട്ടുണ്ട്. ഇപ്പോൾ തടയണയിൽ നിന്നും വളരെ കുറച്ച് മാത്രമേ വെള്ളം പുറത്തേക്ക് വിടുന്നുള്ളൂ. അതുകൊണ്ട് ഡൗൺ സ്ട്രീമിൽ വെള്ളം വളരെ കുറവാണ്. ഇവിടെ വെള്ളം വളരെ കുറവാണെങ്കിലും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും വരുന്നവർക്ക് ഇത് വളരെ അധികം തന്നെയാണ്. പല ഭാഗത്തും നിറയെ കുട്ടികൾ കുളിക്കുന്നതും കളിക്കുന്നതൊക്കെ കാണാം. ഇത് നോക്കൂ, മണലിൽ ഓടിക്കുന്ന സ്കൂട്ടറാണ്. ഇത് പ്രദേശത്തെ 2 യുവ സംരംഭകർ കൊണ്ടുവന്നതാണ്. ഇവർ ഗൾഫിൽ നിന്നും ഇറക്കുമതി ചെയ്താണ് ഈ വാഹനം. ഒരാൾക്ക് 100 രൂപയാണ് ഒരു റൈഡിനുള്ള ചാർജ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആദിത്യൻ ഒരു ട്രിപ്പ് ഇതിൽ പോയി വരികയും ചെയ്തു. നേരത്തെ ഇവിടെ ഒട്ടക സവാരി ഉണ്ടായിരുന്നു. വളരെ മനോഹരമായി അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഒരു റൗണ്ട് ചുറ്റി സഞ്ചരിച്ച് വരാം. അതിപ്പോൾ ഇല്ല. പകരം വന്നിരിക്കുന്നത് ഈ സ്കൂട്ടർ സംവിധാനമാണ്. അങ്ങനെ ഓരോ തരത്തിലും ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് വെള്ളിയാങ്കല്ല് ഇങ്ങനെ ജനങ്ങളെ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്.